മാധു അടക്കമുള്ള മാധ്യമങ്ങൾക്കും കോൺഗ്രസ് പാർട്ടിക്കുമെല്ലാം ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾ മുഴുവൻ തെറ്റാണെന്ന് സ്ഥാപിക്കണം. രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഒരു ചോദ്യം ചോദിച്ചാൽ അദ്ദേഹത്തിന് ഈ രാജ്യത്തെ ജനാധിപത്യത്തെ അട്ടിമറിക്കണം, ഇലക്ഷനെ അട്ടിമറിക്കണം. ചോദ്യത്തിന്റെ ഉത്തരം മാത്രം ഇല്ല, എല്ലാവരും അട്ടിമറിക്കാരാണ്, നിങ്ങൾ മാത്രം ദേശസ്നേഹികൾ. ശ്രീ ശ്യാംരാജ്, ഇപ്പോ ഇത് നോക്കൂ, ഇത്രയും കാലത്തിന് ശേഷം രാഹുൽ ഗാന്ധി അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. അങ്ങനെയല്ല, അത് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഇപ്പൊ കഴിഞ്ഞ തവണയൊക്കെ ഈ ചർച്ച നടക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായതുകൊണ്ട് രാഹുൽ ഗാന്ധി പറയുന്ന കാര്യങ്ങൾക്കെല്ലാം എന്തെങ്കിലും പ്രത്യേക പ്രിവിലേജ് ഉണ്ടോ? അദ്ദേഹം ഉന്നയിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു ക്രെഡിബിലിറ്റി നിങ്ങൾ മുൻകൂർ ആരോപിച്ചുകൊണ്ടല്ലേ ഈ ചർച്ചകളും അതിന്റെ തലക്കെട്ടുകളും ഒക്കെ രൂപപ്പെടുത്തുന്നത് എന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് ഉന്നയിച്ചത്. പക്ഷെ ഇതാ നോക്കൂ, നമ്മുടെ രാജ്യത്തെ വോട്ടേഴ്സ് ലിസ്റ്റിനെ, നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പിനെ, നമ്മുടെ രാജ്യത്തെ വോട്ടർമാരെ വളരെ സാങ്കേതികമായി തന്നെ, അതും വലിയ അളവിലുള്ള വോട്ടർമാരെ സ്വാധീനിക്കാനും അട്ടിമറിക്കാനുമുള്ള ശ്രമം ഓരോ തെരഞ്ഞെടുപ്പിന്റെയും പശ്ചാത്തലത്തിൽ ഉണ്ടാകുന്നു എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ സ്ഥിരീകരിക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥിരീകരിക്കുന്നത് വളരെ പ്രൊയാക്റ്റീവായി വന്ന് നേരത്തെ ജനങ്ങളോട് പറയുകയല്ല ചെയ്യുന്നത്. രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിനു ശേഷം അതിന് സ്ഥിരീകരണം നൽകുകയാണ് ചെയ്തത്. അപ്പൊ ഇങ്ങനെ ഒരു പരാതി ഉണ്ടായിട്ടും, ഇങ്ങനെ ഒരു അട്ടിമറി ശ്രമം ഉണ്ടായി എന്ന് തിരിച്ചറിയപ്പെട്ടിട്ടും ആ കാര്യത്തെ നേരാവണ്ണം അഡ്രസ് ചെയ്തോ? നേരത്തെ പറഞ്ഞതുപോലെ ലോഗിൻ ഐഡികൾ അടക്കം കൊടുത്തിട്ടും അത് കണ്ടുപിടിക്കാൻ കഴിയാത്ത എന്തു സാങ്കേതിക പ്രശ്നമാണ് ഇന്ത്യ പോലെ ഒരു സംവിധാനത്തിലുള്ളത്? മാധു, ഈ രാഹുൽ ഗാന്ധി തുടർച്ചയായിട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഷൂട്ട് ആൻഡ് സ്കൂട്ട് അദ്ദേഹത്തിന്റെ നിലപാടുകൾക്കൊന്നും അങ്ങനെ പെട്ടെന്ന് കൊണ്ട് മറുപടി നടക്കില്ല. നോക്കൂ, ഇത് തുടക്കം മുതൽ ഒടുക്കം വരെ ഇന്നിപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ പോലും ഇത് കേവലമായിട്ടുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇത് രാഹുൽ ഗാന്ധിയുടെ പ്രശ്നം. രാഹുൽ ഗാന്ധിക്ക് അടുപ്പിച്ച് ഏകദേശം തോൽവികളിൽ സെഞ്ചുറി അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. ആ ബുദ്ധിമുട്ടിൽ നിന്നുണ്ടാവുന്ന ചില ആരോപണങ്ങൾക്ക് അപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും ഒരു ലോജിക് ഉണ്ട്, യുക്തിയുണ്ട് അദ്ദേഹത്തിന്റെ ആരോപണങ്ങളിൽ എന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ഒന്ന്, ഇന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ള അലാന്ത് മണ്ഡലത്തിലെ റിസൾട്ട്, അവിടെ ജയിച്ചത് കോൺഗ്രസ് ആണെന്ന്. അവിടെ 2021 കോൺഗ്രസ് ജയിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അങ്ങനെയെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള മാൽ പ്രാക്ടീസ് നടത്തിയതെന്ന് ഞങ്ങൾക്ക് അങ്ങോട്ട് ആരോപിച്ചുകൂടെ? ഇപ്പൊ നോക്കൂ, ഇവിടെ മാലേഗാവ് കഴിഞ്ഞ ഇതിന് മുമ്പത്തെ ഇദ്ദേഹത്തിന്റെ പ്രസ് മീറ്റിൽ മാലേഗാവ് സെൻട്രലിലെ ഇലക്ഷൻ റിസൾട്ടിനെ കുറിച്ച് ഇദ്ദേഹം പറയുന്നുണ്ട്. അവിടെ 20,000-ഓളം വരുന്ന വ്യാജ വോട്ടുകൾ ഉണ്ടായി എന്നാണ് ഇവരുടെ ഒരു മുൻ MLA തന്നെ പറഞ്ഞത്. ഇതിനകത്ത് രസം എന്തെന്നറിയോ? മാലേഗാവ് സെൻട്രൽ മണ്ഡലത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് കിട്ടിയത് ഏകദേശം 1,98,000 വോട്ടാണ്, BJP കിട്ടിയത് 4,500 വോട്ടും. അപ്പൊ 20,000-ഓളം വരുന്ന ഈ വ്യാജ വോട്ടുകൾ ഉണ്ടെങ്കിൽ ആ വോട്ട് ആർക്കാ പോയത്? അപ്പൊ ഇങ്ങനെ വെറുതെ കിടന്നിട്ട് ലോജിക്കില്ലാത്ത യുക്തിയില്ലാത്ത കാര്യങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ സ്വന്തം പറമ്പിലേക്ക് തന്നെ ഈ ബോംബ് പൊട്ടിക്കുന്നു, ഹൈഡ്രജൻ ബോംബൊക്കെ പൊട്ടിച്ചുവിടുന്നതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും യുക്തിസഹമായിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് ഇദ്ദേഹത്തിന് പറയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടോ? ഇന്ന് ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ അദ്ദേഹത്തിന് പ്രസ് മീറ്റ് കവർ ചെയ്യാൻ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, ഇറ്റ്സ് നോട്ട് മൈ ജോബ് ടു പ്രൊട്ടക്ട് ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇതാണ് അദ്ദേഹത്തിന്റെ പ്രശ്നമെന്ന് പറയുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ കോടതിയിൽ പോയില്ല? വളരെ ജെനുവിനായിട്ട് ഞങ്ങളടക്കം ഇദ്ദേഹത്തിന്റെ തുടക്കം മുതലുള്ള പ്രസ് മീറ്റുകളിലും പരാതികളിലും ആരോപണങ്ങളിലും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് കോടതിയിൽ പോയില്ല? ആ കോടതിയിൽ എന്തുകൊണ്ട് പോയില്ല എന്ന് മാധ്യമപ്രവർത്തകൻ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിനോട് പറയുന്ന ഉത്തരമാണ്, എന്റെ പണി എന്ന് പറഞ്ഞ സർക്കാരിനെതാ ഇങ്ങനെ പ്രഷർ ചെയ്യലാണ്, അല്ലാതെ ഇവിടുത്തെ ജനാധിപത്യ സംവിധാനങ്ങളിലൊന്നും പ്രൊട്ടക്ട് ചെയ്യൽ എന്റെ പണിയല്ല എന്ന്. ഇതാണ് അടിസ്ഥാന പ്രശ്നമെന്ന്. ഇവിടുത്തെ രാഹുൽ ഗാന്ധി ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. ഇവിടുത്തെ ജനാധിപത്യത്തെ കുറിച്ച് മോശമായിട്ട് പറയുക, ഇലക്ഷൻ കമ്മീഷൻ മുഴുവൻ തെറ്റാണെന്ന് പറയുക, ഇത്തരത്തിൽ ഇങ്ങനെ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും യുക്തിസഹമായിട്ടുള്ള തെളിവുള്ള ഇനി അദ്ദേഹം ഞാൻ അതിലോട്ട് രാഹുൽ ഗാന്ധിയുടെ ഉദ്ദേശശുദ്ധി തുടങ്ങിയ കാര്യങ്ങളിലാണ് ലിസ്റ്റ് പറഞ്ഞതുപോലെ ചുറ്റിത്തിരിയുന്നത്. അദ്ദേഹം ഉന്നയിച്ച ആരോപണം എത്ര ഗൗരവതരമാണെന്ന് ആലോചിച്ച് നോക്കൂ. ഇലക്ഷൻ കമ്മീഷൻ തന്നെ പറയുകയാണ് അങ്ങനെ ഒരു ശ്രമം, അട്ടിമറി ശ്രമം ഉണ്ടായെന്ന്. വരില്ല ശ്യാം, വരില്ല. അങ്ങ് നേരത്തെ ചോദിച്ചു കോൺഗ്രസിന്റെ മണ്ഡലത്തിന് അനുകൂലമായെന്ന് ഞങ്ങൾ ആരോപിക്കും, ഞങ്ങൾക്ക് വേണമെങ്കിൽ ആരോപിക്കാമെന്ന്. നിങ്ങൾ എന്താണ് ആരോപിക്കാത്തതെന്നേ? നിങ്ങൾക്ക് പരാതിയില്ലാത്ത എന്താണ്? ഞങ്ങൾക്ക് മാധു വരുന്നത് അതിലോട്ട് തന്നെയാണ്. തോക്കിൽ കയറി മാധു വരുന്നത് വെടിവെക്കല്ലേ. എനിക്ക് പറയാനുള്ള അവസരം എന്താ, കർണാടകത്തിലെ തന്നെ മാലൂർ നിയമസഭാ മണ്ഡലത്തില് അവിടെ എന്താണ് സംഭവിച്ചത്? അവിടെ കോൺഗ്രസിന്റെ MLA, കോൺഗ്രസിന്റെ വ്യക്തി ജയിച്ചു, MLA കാൻഡിഡേറ്റ് ജയിച്ചു. ഞങ്ങൾ എന്താ ചെയ്തത്? ഞങ്ങൾക്ക് പരാതി ഉണ്ടായിരുന്നു, ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തു. എന്ത് പറഞ്ഞു? റീകൗണ്ടിങ് നടത്തണമെന്ന് പറഞ്ഞു. കമ്മീഷൻ സമ്മതിച്ചില്ല. ഞങ്ങൾ എന്ത് ചെയ്തു? നേരെ കോടതിയിൽ പോയി. കർണാടക ഹൈക്കോടതി ഉത്തരവിട്ടെന്ന്, അദ്ദേഹത്തിന്റെ വിജയം അവിടെ നിലനിർത്താൻ വേണ്ടി ഉത്തരവിട്ടെന്ന്, അതിനെ റദ്ദ് ചെയ്യാൻ വേണ്ടി ഉത്തരവിട്ടെന്ന്. അപ്പൊ ഞങ്ങൾക്ക് പരാതി ഉള്ളപ്പോൾ
ഞങ്ങൾക്ക് പരാതി ഉള്ളപ്പോൾ ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുക്കും. ഇനി ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് ഞങ്ങൾ കൃത്യമായിട്ടുള്ള ഉത്തരം ലഭിച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ പരാതികൾക്ക് പരിഹാരമായിട്ടില്ല, ഞങ്ങൾ കോടതിയെ സമീപിക്കുമെന്നേ. ഞങ്ങൾ ഈ മണ്ഡലത്തിൽ കോൺഗ്രസ് ജയിച്ച മണ്ഡലത്തിൽ എന്തുകൊണ്ട് എന്നങ്ങ് ചോദിച്ചതിനാണ് ഞാൻ ആ ചോദ്യം തിരികെ ചോദിച്ചത്. ഇപ്പോഴും എന്തുകൊണ്ടാണ് അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളിൽ BJP എന്നല്ല ഞാൻ ചോദിക്കുന്നത്, ഉന്നയിച്ച ആരോപണങ്ങളിൽ ഇലക്ഷൻ കമ്മീഷൻ പോലും ആ ആരോപണങ്ങളെ അഡ്രസ് ചെയ്യുന്നില്ല? ഇത് അന്വേഷിക്കാമെന്നോ, ഇതിലൊരു ഈ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ ഗൗരവമുള്ളതാണ് എന്നോ, അത് അന്വേഷിക്കേണ്ടതാണോ എന്നോ? ഞാൻ പറയട്ടെ ഏത് കാര്യം മാധു, അതല്ല ഞാൻ പറഞ്ഞത്. ഇതൊരു നോർമൽ പ്രൊസീജിയർ എന്താ മാധു? നിങ്ങൾക്കൊരു പരാതി ഉണ്ടെങ്കിൽ അതിന് നോർമൽ പ്രൊസീജിയർ എന്താ? ഞങ്ങൾ ചെയ്ത് കാണിച്ചില്ലേ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇതേ പ്രശ്നം ഞങ്ങൾക്കും ഉണ്ടായില്ലേ? തെരഞ്ഞെടുപ്പിൽ ഇലക്ഷനിൽ തോറ്റതുമായിട്ടുള്ള പരാതികൾ ഞങ്ങൾക്കുണ്ടായില്ലേ? ഞങ്ങൾ എന്താ ചെയ്തത്? ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തു. ഇനി അവിടെ നിന്ന് നിങ്ങൾക്ക് തൃപ്തമായിട്ടുള്ള ഒരു മറുപടി ഞങ്ങൾക്ക് കിട്ടിയില്ല. ഞങ്ങൾ നിയമപരമായിട്ടുള്ള വഴികളിലൂടെ പോയി നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു. ഞങ്ങൾ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അട്ടിമറി ആരോപണങ്ങളിൽ തൃപ്തികരമായ മറുപടികൾ ആർക്കും കൊടുക്കുന്നില്ല എന്നാണ് അങ്ങയുടെ ആരോപണം എങ്കിൽ അങ്ങനെയും നമുക്കത് കണക്കിലെടുക്കാം. ശരി, അങ്ങനെ അതൊന്നുമല്ല, മൊത്തം അങ്ങനെ നിങ്ങൾക്ക് കിട്ടിയില്ല, രാഹുൽ ഗാന്ധിക്കും കിട്ടിയില്ല, അപ്പൊ ആർക്കും കൊടുക്കുന്നില്ല എന്നല്ലേ എന്റെ അർത്ഥം? മാധു അടക്കമുള്ള മാധ്യമങ്ങൾക്കും കോൺഗ്രസ് പാർട്ടിക്കുമെല്ലാം ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾ മുഴുവൻ തെറ്റാണെന്ന് സ്ഥാപിക്കണം. അതാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. 1 2 ഇടങ്ങളിൽ പ്രശ്നം ഉണ്ടായിട്ട് മാധു അതിന്റെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ആൾ. ഇത് നോക്കൂ, ഞാൻ ഇവിടെ ഒരു പ്രാദേശിക ഭാഷയിൽ ഒരു ജേർണലിസ്റ്റ് ആണ്. ഞാൻ ഇവിടെ നിന്ന് ഒരു ചോദ്യം ചോദിച്ചാൽ എനിക്ക് ഈ രാജ്യത്തെ ഇലക്ഷൻ പ്രവർത്തനം അട്ടിമറിക്കണം. രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഒരു ചോദ്യം ചോദിച്ചാൽ അദ്ദേഹത്തിന് ഈ രാജ്യത്തെ ജനാധിപത്യത്തെ അട്ടിമറിക്കണം, ഇലക്ഷനെ അട്ടിമറിക്കണം. ചോദ്യത്തിന്റെ ഉത്തരം മാത്രം ഇല്ല, എല്ലാവരും അട്ടിമറിക്കാരാണ്. നിങ്ങൾ മാത്രം ദേശസ്നേഹികൾ, നിങ്ങൾ മാത്രം ഈ കാര്യങ്ങളൊക്കെ നന്നായി മുന്നോട്ട് കൊണ്ടുപോയി മറുപടി പറയുകയും ചെയ്യുന്നവർ.